നമസ്കാരം. സർഗസാഗരം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും സീനിയറായ വയലിൻ വിദ്വാൻ ശ്രീ നെടുമങ്ങാട് ശിവാനന്ദ സാറിനെയാണ്. ിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിച്ച അദ്ദേഹത്തിന്റെ ജീവിത യാത്രയിലേക്ക് ഒന്ന് എത്തി നോക്കാം. സാർ നമസ്കാരം. നമസ്കാരം. സാറിന്റെ ബാല്യവും അച്ഛനമ്മമാർ, ആദ്യ ഗുരു, ഇവരെയൊക്കെ പറ്റി ഒന്ന് വിശദീകരിക്കാം. ഞാൻ നെടുമങ്ങാട് ശിവാനന്ദൻ. ഇവിടെ അറിയപ്പെടുന്നത് ഒരു വയലിൻ ആർട്ടിസ്റ്റായിട്ടാണ്. എൻ്റെ ബാല്യകാലം ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ജനിച്ചതും വളർന്നതും നെടുമങ്ങാട് എന്ന ഒരു ഗ്രാമപ്രദേശത്താണ്, തിരുവനന്തപുരത്തിന് അടുക്കൽ. അച്ഛൻ സംഗീത വിദ്വാനായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ വീണ വിദ്വാനാണ്. എൻ്റെ അനിയൻ മൃദംഗം പഠിച്ചിരുന്നു. അതൊരു ശരിക്കും സംഗീത കുടുംബം. മ്യൂസിക് ടീച്ചറായിരുന്നു അച്ഛൻ. 2 സഹോദരിമാരും ഗാനഭൂഷണം പാസ്സായി 2 പേർക്കും അധ്യാപികമാരായിട്ട് ജോലി നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചത് തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലാണ്. ക്ഷമിക്കണം, അത് കോളേജ് ആയിരുന്നില്ല, അന്ന് സംഗീത അക്കാദമി മാത്രമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ചെമ്മൻകുടി ശ്രീനിവാസയ്യർ സാറായിരുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പൽ. അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും മുതിർന്ന കുറെ നല്ല അധ്യാപകരും
ഉണ്ടായിരുന്നത്. അധ്യാപകർ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള അനവധി അധ്യാപകർ ഞങ്ങളെ പഠിപ്പിക്കാനുണ്ടായിരുന്നത് ഞങ്ങളുടെ മഹാഭാഗ്യമായി ഞങ്ങൾ കരുതുകയാണ്. അവരെല്ലാം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും നെടുമങ്ങാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 20-22 കിലോമീറ്റർ ദൂരം ബസ്സിലായിരുന്നു എൻ്റെ പ്രയാണം മുഴുവൻ. അതിനിടയ്ക്ക് എൻ്റെ അച്ഛൻ എന്നെ വയലിൻ പഠിപ്പിച്ചു. അച്ഛന് വയലിനറിയാം, ഒരു ലിമിറ്റ് വരെ അറിയാവൂ എന്നുള്ളത് സത്യമുണ്ട്. പക്ഷേ എങ്കിലും അച്ഛൻ്റെ ആഗ്രഹം ഞാൻ വയലിനിസ്റ്റ് ആകണം. അക്കാഡമിക് പാട്ടാണ് ഞാൻ പഠിച്ചത്, മ്യൂസിക് കോളേജ് അക്കാഡമിക് പഠിച്ചത് വോക്കലാണ്. പക്ഷെ വയലിനന്ന് മ്യൂസിക് കോളേജിൽ ഇല്ല. ഇന്ന് മ്യൂസിക് കോളേജിലും മൃദംഗവും വയലിനും വീണ എല്ലാം ഉണ്ട്. പക്ഷെ അന്ന് അതല്ല സ്ഥിതി. അന്ന് വയലിൻ ഇല്ല, മൃദംഗവും ഇല്ല, പിന്നെ സബ്ബായിട്ട് വീണ മാത്രം ഉണ്ടായിരുന്നു. അത് ഞാൻ പഠിച്ചിരുന്നു. ഞാൻ അന്ന് ഭാഗ്യം കൊണ്ട് KS നാരായണസ്വാമി എന്ന ലോകപ്രസിദ്ധനായ ഒരു കലാകാരനായിരുന്നു ഞങ്ങളുടെ അധ്യാപകൻ, വീണ പ്രൊഫസർ. അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ഞാൻ വീണ നന്നായി വായിച്ചിരുന്നു എന്ന് എനിക്ക് അവകാശപ്പെടാൻ എനിക്ക് തോന്നുന്നു. ഞാൻ കച്ചേരിക്ക് വരെ വീണയിൽ വായിച്ചിരുന്നു. പക്ഷേ വയലിനും വീണയും കൂടി യോജിച്ചു കൊണ്ടുപോകാൻ എനിക്ക് പറ്റാതെ വന്നു. നമ്മുടെ കൈയുടെ പ്രശ്നം അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ വീണ നിർത്തേണ്ടി വന്നു. അതിലെന്റെ ഗുരുവിനെ ഞാൻ കണ്ടപ്പോൾ, വീണ ഗുരുവിനെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്തിനാണ് നീ നിർത്തിയത്, നിനക്ക് പ്രൊഫസറായിട്ട് ഞങ്ങൾ ജോലി ഉണ്ടാകുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം ഞാനൊരു വയലിനിസ്റ്റ് ആകണമെന്നായിരുന്നു ദൈവത്തിന് വിധി. അതുകൊണ്ട് തന്നെ ഞാൻ വീണ നിർത്തേണ്ടി വന്നു. വയലിൻ കണ്ടിന്യൂ ചെയ്തു. വയലിൻ ഗാനഭൂഷണം പാസ്സായത് അറിയുന്നതിന് മുൻപ് തന്നെ, പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ പിതാവ് എന്നെ വിട്ടിരിക്കുന്നു. പിന്നെ എന്നെ വീട്ടിൽ എന്നെ പഠിപ്പിക്കാൻ ആളില്ലാണ്ട് വന്നു. അപ്പോ എന്റെ ഒരു കൂടെ പഠിച്ച ആളെന്ന് പറയാം, ഒരു പ്രസിദ്ധനായ ഒരു സംഗീതക്കാരൻ ഹരിപ്പാട്ട് ഗോപിനാഥൻ എന്ന് പറയുന്ന അദ്ദേഹം പിന്നെ ഒരു ഗാർഹികനായിട്ടൊക്കെ മാറി. അദ്ദേഹമാണ് എന്നെ വയലിൻ ഗുരുവിന്റെ അടുക്കൽ കൊണ്ട് അദ്ദേഹത്തിനെ സമീപിക്കുകയും അദ്ദേഹത്തിന് എന്നെപ്പറ്റി അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ വയലിൻ പഠിക്കാൻ കാരണം. സാറേ, സാറിന്റെ സംഗീത ജീവിതത്തില് ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തികൾ ആരൊക്കെയാണ് ഒന്ന് പറയാമോ? എന്റെ സംഗീത ഈ പന്ഥാവിനെ പറ്റി പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ആയതിന് ഒരുപാട് പേരോട് കടപ്പാടുണ്ട്. എനിക്കെന്ന് പ്രത്യേകിച്ച് പറയാതിരിക്കുന്ന ഒരുപാട് എന്നെ കൂടുതൽ ഇതിലേക്ക് ആകർഷിച്ചതും എനിക്ക് തന്ന ഉത്തേജനം നൽകുക എന്ന് പറയുന്നത് അതാണ് ശരി. എനിക്ക് വേണ്ടത് ഉത്തേജനം നൽകിയതും അങ്ങനെ നൽകുന്ന കുറെ പേരെ എനിക്ക് മറക്കാനൊക്കില്ല. അതിൽ പ്രധാനമായിട്ട് ഞാൻ ആദ്യമായിട്ട് സ്മരിക്കുന്നത് എന്റെ പിതാവിന്റെ ഗുരു. അത് വേറെ കാര്യം, അവരെന്നെ അഭ്യസിപ്പിച്ചു എന്നുള്ളതാണ്. ഉത്തേജനം നൽകിയതിൽ എനിക്ക് എന്റെ വളർച്ചയ്ക്ക് ഉപാധിയായി ഭവിച്ചവര്, അതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് വൈക്കത്ത് രാമസ്വാമി സാറുണ്ടായിരുന്നു. കച്ചിസ്വാമി എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. അദ്ദേഹം എനിക്ക് സംഗീത ഈ വഴിയിൽ, ഞാൻ ചേർത്തലയിൽ എനിക്ക് ഫസ്റ്റ് ജോലിക്ക് വന്നു. ഞാൻ ജോലി ചെയ്തു. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ചേർത്തലയിൽ എനിക്ക് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് കിട്ടിയത്. മ്യൂസിക് ടീച്ചറായിട്ട്, സംഗീത അധ്യാപകനായി, വോക്കൽ പഠിപ്പിക്കാനായിട്ട് എന്നെ ഗവൺമെന്റ് നിയോഗിച്ചത് ചേർത്തല സ്കൂളിലാണ്, കോടപ്പള്ളി എന്ന് പറയും. അത് കഴിഞ്ഞ് നെടുമ്പർക്കാട് സ്കൂളിൽ നിന്ന് എന്റെ വളർച്ച മുഴുവനും ഈ ചേർത്തലയിൽ തന്നെയാണ്. അറിയാത്തൊരു സംശയമില്ല. അതിന് കൂടുതൽ ഉത്തേജനം നൽകിയതിൽ പ്രധാനി എന്നെനിക്ക് പറയാനുള്ളത് ഒന്ന് ഈ കഞ്ചസ്വാമി എന്ന് പറഞ്ഞ രാമസ്വാമി സാർ, പിന്നെ ഒന്ന് മങ്കും വിശ്വനാഥക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു അഷ്ടപതി വിദ്വാൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇവരുടെ കസ്റ്റഡിയിൽ കുറെ പ്രോഗ്രാമുകൾ എല്ലാ വർഷവും നടക്കുമായിരുന്നു കഞ്ചസ്വാമിയുടെ എല്ലാം അധീനതയിൽ. അത് എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു. അദ്ദേഹത്തിന് അദ്ദേഹം സ്വന്തം മകനെ പോലൊരു സ്നേഹമായിരുന്നു, വാത്സല്യമായിരുന്നു. അതുപോലെ സ്വാമികുറുപ്പിയുടെ എനിക്ക് ഒരുപാട് പരിപാടി വന്നിട്ടുണ്ട്. അതാണ് എന്റെ വളർച്ച. ഞാൻ വയലിലൊന്നും ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവനല്ല. പക്ഷെ ഇവരാണ് എനിക്ക് വേണ്ടുന്ന. അതിനെ തുടർന്ന് അനവധി പേർ എനിക്ക് പറഞ്ഞ ഓരോരുത്തരെ പേരെടുത്ത് പറയാൻ നിർവാഹമില്ല. അനവധി പേർ പണ്ട് പിന്നെ വൈക്കം വാസുദേവൻ നായർ, നെയ്യാറ്റിക്കര വാസുദേവൻ, അങ്ങനെ
എത്ര പേരുടെ കൂടെ ഞാൻ സഹകരിച്ചിട്ടുണ്ട്, എത്ര പേര് എന്റെ വായന ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത്ര അനവധി പേർ എന്റെ വളർച്ചയ്ക്ക് കാരണഭൂതരായിട്ടുണ്ട് എന്ന് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു കലോപാസകൻ പാലിക്കേണ്ട മാന്യതകൾ എന്തൊക്കെയാണ്? അല്ലെ അവന്റെ ധർമ്മം എന്താണ്? ഒരു കലാകാരൻ പാലിക്കേണ്ട മാന്യതകളെ പറ്റി പറയുമ്പോൾ കലാകാരന്മാര് ധാരാളം അനവധി പേര് പഠിക്കേണ്ട ഒരുപാട് നല്ല കാര്യങ്ങൾ ഇപ്പോഴും പഠിക്കാതെ ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. മാന്യതകളെന്ന് പറയുമ്പോൾ നമ്മള് മറ്റൊരോട് നമ്മളൊരു അന്യനോട് പെരുമാറുന്ന രീതി, നമുക്ക് ഇപ്പൊ കച്ചേരിക്ക് പോകുന്നെങ്കിൽ തന്നെ ഞാൻ പറയാം, ഭാരവാഹികളോടും പക്കമേളക്കാരോടും, ഒരു പാട്ടുകാരനെ പറ്റി പറയണ അയാളുടെ മാന്യത എന്നൊരു കച്ചേരിക്ക് പോകുമ്പോൾ പക്കമേളക്കാരോട് മാന്യതയുമായിട്ട് പെരുമാറാം. ഭാരവാഹി, നമുക്ക് കാശ് തരുന്ന ഭാരവാഹികളും നാട്ടുകാരുമാണ്. അവരോടെല്ലാം മാന്യമായിട്ട് തന്നെ ദേഷ്യം വരാൻ പാടില്ല. ഒരുപക്ഷെ നമുക്ക് ഒരു അല്പ ദേഷ്യം ഉണ്ടാകുന്ന ഒരു രംഗം ഉണ്ടായാൽ പോലും അത് പ്രകടിപ്പിക്കാൻ പാടില്ല. പിന്നെ എന്നോട് ചോദിച്ചാൽ പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. കംപ്ലീറ്റ് നിരോധിക്കണം. ആര്? കലാകാരന്മാർ. എല്ലാരെ പറ്റി അങ്ങനെ തന്നെ പറയുക. എങ്കിലും നമ്മുടെ ആരോഗ്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, മാന്യത എന്ന് പറയുന്നതിനേക്കാളും സ്വയം ആത്മഹത്യ ചെയ്ത ഒരുപാട് കലാകാരന്മാരുണ്ട്. എങ്ങനെ മദ്യപാനം കൊണ്ട് തന്നെ നശിച്ച അനവധി കലാകാരന്മാര് നമ്മുടെ മുൻപിൽ തന്നെ. ഒരുപാട് പിന്നിൽ പോണ്ട. അടുത്ത കാലത്ത് തന്നെ നമുക്ക് മനസ്സിലാവും. പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അത് ശരിയല്ല, ഔചിത്യമല്ലാത്തത് കൊണ്ട് തന്നെ പേരെടുത്ത് പറയുന്നില്ല. അനവധി കലാകാരന്മാര് മദ്യത്തിനും മറ്റ് പല നടപടികൾക്കും വശംവദരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ എന്ന് ഞാൻ പറയുന്നത് മന്യമായ അകാലത്തിൽ മരിച്ച ഒരുപാട് സംഗീത ബഹുമാനങ്ങളുണ്ടെന്ന് സങ്കടത്തോടുകൂടി തന്നെ ഞാൻ പറയുന്നു. അതില് കലാകാരന്മാർ ഒരിക്കലും ഉൾപ്പെടരുത്. പിന്നെ മാന്യത എന്ന് പറയുന്നത് നമുക്ക് ഒരാളിന് പാലിക്കപ്പെടേണ്ട ഒരു സ്വഭാവം തന്നെയാണ് മാന്യത. എപ്പോഴും മാന്യത ഒരു കലാകാരന്മാർക്കെന്നല്ല, എല്ലാവർക്കും മാന്യത മറ്റുള്ളവരുടെ പ്രകടിപ്പിക്കുമ്പോൾ മാന്യരായിരിക്കണം. അതിന് വേണ്ടുന്ന സൽഗുണങ്ങൾ എപ്പോഴും ഒരു കലാകാരൻ തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യേണ്ട. ഒരു പരിപാടിക്ക് വായിക്കുമ്പോൾ, അല്ല പരിപാടിക്ക് പാടുമ്പോൾ, പിന്നെ ചിലപ്പോൾ മൈക്ക് പോയി എനിക്കറിയാം. ഒരു കലാകാരൻ ഒരിക്കൽ മൈക്കിനെന്തോ കുഴപ്പപ്പെട്ടെന്ന് പോലെ ചാടി എണീറ്റ് മൈക്കാരൻ തല്ലിയ ചരിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു മാന്യത കൊണ്ട് ആ ആളുകൾ മാന്യനാണെന്ന് എനിക്ക് വിശ്വാസമില്ല. അതൊന്നും നമുക്കൊരു കലാകാരൻ പറ്റിയതല്ല. യന്ത്രമാണ് പലപ്പോഴും. പിന്നെ യന്ത്രത്തിൽ തകരാറ് പറ്റുക, ചിലപ്പോൾ ഹൗളിക്ക് ഉണ്ടായിരുന്നില്ല വായിക്കുമ്പോഴത്തേക്ക്. അപ്പോഴേ അതിന് ദേഷ്യം വരാൻ ബോധിച്ചിട്ട് കാര്യമില്ല. കാരണം യന്ത്രമാണ് പ്രവർത്തിക്കേണ്ടത്. അതിന് യന്ത്രം കൈകാര്യം ചെയ്യുന്നവർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ തല്ലിയിട്ടോ കാര്യമില്ല. ഇതെല്ലാം മാന്യതയിൽ പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ ഒരു പാട്ടുകാരനോട് പ്രത്യേകിച്ച് പാട്ടുകാരനോട് എടുത്തു പറയേണ്ടത്, പക്കമേളക്കാരെ കൊണ്ടുപോവുകയാണെങ്കിൽ പക്കമേളക്കാർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അത് മാന്യതയുടെ ലക്ഷണം തന്നെയാണ്. ഇപ്പൊ പക്കമേളക്കാർ കൂടുതൽ അവർ സ്റ്റാൻഡേർഡ് കുറഞ്ഞവരല്ല. ചിലപ്പോൾ പാടുന്നതിനേക്കാളും സ്റ്റാൻഡേർഡ് കുറഞ്ഞതായിരിക്കും പക്കമേളക്കാർ. അവരെ വേണ്ടതായ മാന്യമായ രീതിയിൽ തന്നെ അവരോട് പെരുമാറുക, അവരെ കൈകാര്യം ചെയ്യുക. അതൊക്കെ മാന്യതയുടെ ലക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ പറയാൻ പോയാൽ ഒരുപാട് മാന്യതയെ പറ്റി പറയേണ്ടതുണ്ട്. പക്ഷെ കൂടുതൽ ഞാനിപ്പോ പിന്നെ സംസാരിക്കുന്നില്ല. എങ്കിലും ആ മാന്യത ഓരോ കലാകാരനും തീർച്ചയായും കൈവിടാതെ അത് ഒരു മാന്യത ഒരു വലിയ ഒരു സമ്പത്തായിട്ട് നമ്മൾ കണക്കാക്കി ഉപദേശം കൂടിയാണ് ഞാൻ മാന്യതയിലുള്ള കാര്യത്തിൽ പറയുന്നത്. സർ, ഈ ഗുരുകുല സമ്പ്രദായത്തിന്റെ ശ്രേഷ്ഠത, അതിന്റെ ഒരു ഗുണം എന്താണ്? സാറൊക്കെ ഒത്തിരി അനുഭവങ്ങളുള്ള ആളാണല്ലോ, ഒന്ന് വിശദീകരിക്കാമോ? സമ്പ്രദായത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഈ കാലത്ത് നടക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും അതിൽ വലിയ കാര്യമുണ്ട്. ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു ഗുരുവിന്റെ കീഴിൽ
ഒരു ശിഷ്യൻ, പഠിക്കാൻ താല്പര്യമുള്ള ഒരു ശിഷ്യൻ ഇന്നത്തെ പോലെ കാശ് കൊടുത്ത് പഠിക്കുന്ന രീതി അല്ലല്ലോ. അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുകയാണ്, ആ ഗുരുവിന്റെ വീട്ടിൽ താമസിക്കുന്നു. ഗുരുവിന് വേണ്ടുന്ന ശുശ്രൂഷകളെല്ലാം ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുക, വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണനും കുചേലനും ഒക്കെ ആയിട്ട് ഈ ഗുരുകുല സമ്പ്രദായത്തെ പറ്റിയൊക്കെ. ആ ഗുരുകുല സമ്പ്രദായം തന്നെയാണ് ചെമ്പക്കുടി സ്വാമിയുടെ കൂടെയും ഒക്കെ പലരും പഠിച്ച ആളുകളുണ്ട്. അവരൊക്കെ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചവരുണ്ട്. പക്ഷേ ഇതിൽ പരിപൂർണ ഗുരുകുല സമ്പ്രദായം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ചെമ്പക്കുടി സ്വാമിയുടെ കൂടെ സഹകരിച്ചിട്ടുള്ള ആള്, അല്ലെങ്കിൽ കൂടെ സഞ്ചരിച്ചിട്ടുള്ള ആള്, കൂടെ സഹകരിച്ചിട്ടുള്ള ആള് ശിഷ്യൻ എന്ന് പറയുന്ന എന്റെ അറിവിൽ ഒത്തിരി പേരുണ്ട്. PS നാരായണസ്വാമിയുണ്ട്, പലപ്പോൾ രാമേന്ദ്രനുണ്ട്, പലരുമുണ്ട്. പക്ഷെ അതിൽ മുൻഗണന കൊടുക്കുന്നത് തീർച്ചയായും പാലാ CK രാമേന്ദ്രൻ എന്ന് പറയുന്ന എന്റെ ശ്രദ്ധിക്കുന്നു. അദ്ദേഹം വളരെ വർഷം ചെമ്പക്കുടി സ്വാമി മരിക്കുന്നത് വരെ പാലാ CK രാമേന്ദ്രൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് AER ജോലി ഉണ്ടായിരുന്നു എങ്കിൽ പോലും മിക്ക സമയത്തും ഒഴിവ് കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം സ്വാമി എടുക്കും. മദ്രാസിൽ പോയി സ്വാമി കാണും. എന്നോടും പല കാര്യങ്ങളും സ്വാമിയെ പറ്റി പറയാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അന്ത്യം വരെ ഇരുന്ന് ഒരു ശിക്ഷയുടെ ബന്ധം ദൃഢമായിട്ട് ഉറപ്പിച്ച ഒരു ശിഷ്യനാണ് പാലാ CK രാമേന്ദ്രൻ. പക്ഷേ ഗുരുകുല സമുദായത്തിൽ ഇന്ന് പഠിക്കാൻ പറ്റില്ല. നമുക്ക് അവിടെ മാത്രം പഠിച്ചാൽ പോരാ. സ്കൂളിൽ പഠിക്കണം, കോളേജിൽ പഠിക്കണം, അത് വേണം, ഇത് വേണം, എല്ലാം പല കാര്യങ്ങളും ലോകത്തിൽ പഠിക്കാനുള്ള സ്ഥിതിക്ക് ഗുരുകുല സമ്പ്രദായത്തിൽ മാത്രമായിട്ട് ഇന്ന് പഠിക്കാൻ ആരും തയ്യാറാകില്ല. അത് ബുദ്ധിമുട്ടും വരും. കാരണം നമുക്ക് ഭാഷ പഠിക്കാണ്ട് പറ്റില്ല, പല ഭാഷകൾ പഠിക്കാണ്ട് പറ്റില്ല. നമ്മൾ ഇതിലുള്ള ഉന്നത നിലയിൽ എത്തിയാൽ പോലും നമ്മൾക്ക് മറ്റ് ചില ഭാഷകൾ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ വിഷമിക്കും. കാരണം എനിക്കറിയാം പലരും ഞാനൊന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ആകാമായിരുന്നു എന്ന് പശ്ചാത്തപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. ഗുരുകുല വിദ്യാഭ്യാസം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം കിട്ടാൻ യാതൊരു സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ എപ്പോഴും വേണം. വീട്ടില് അമ്മയ്ക്ക് വിറക് ഉണ്ടായി കൊടുക്കുന്ന നമ്മൾ ചരിത്രം പഠിച്ചിട്ടുള്ള അത് തന്നെയാണ് ശരിക്കും ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഫീസ് കൊടുത്ത് പഠിക്കുന്നു. അതിൽ കഴിഞ്ഞ് ഗുരുകുല സമ്പ്രദായത്തെ പറ്റി എനിക്കൊന്നും പറയാൻ പറ്റില്ല. കർണാടക സംഗീതത്തിന് സാറ് ഒത്തിരി സംഭാവനകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? കർണാടക സംഗീതത്തിന് ഞാൻ നൽകിയ സംഭാവനകൾ എന്ന് പറയുന്നതൊക്കെ എനിക്ക് തീർച്ചയായിട്ടും അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നത് കുറേ കലാകാരന്മാരെ, അല്ലെങ്കിൽ കുറെ കലയിൽ അഭ്യസിക്കണമെന്ന് താല്പര്യപ്പെട്ട കുറെ ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ സാധിച്ചു. അവർ നല്ലപോലെ വളർന്നു, അവരെ വളർത്താനും സാധിച്ചു എന്നുള്ള ഒരു വലിയ പരമാർത്ഥം എനിക്ക് തീർച്ചയായും എനിക്ക് അഭിമാനത്തോട് പറയാൻ ഉണ്ട്. അത് അവരുടെ ജ്ഞാനവും, ഞാൻ നേരത്തെ പറഞ്ഞു ജ്ഞാനമില്ലാതൊന്നും നടക്കില്ല. അവരുടെ ജ്ഞാനവും അവരുടെ കഴിവും അവരുടെ പ്രയത്നവും അതിന്റെ പിന്നിൽ ധാരാളം ഉണ്ട് എന്നുള്ള സത്യം നിലനിൽക്കെ തന്നെ അവർക്ക് നല്ലൊരു വഴി കാണിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അഭിമാനജനകമായ കാര്യം. ഒരുപാട് ശിഷ്യരെ കേരളത്തിലും പുറത്തും അമേരിക്കയിലും അവിടെ ഇതെല്ലാം, കാനഡയിലുണ്ട്, അമേരിക്കയിലുണ്ട്, മദ്രാസിലുണ്ട്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അതൊക്കെ അവർ വളർന്നു, നല്ലൊരു വഴി കാണിച്ചു കൊടുത്തു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ല, ബാക്കിയെല്ലാം അവരുടെ പ്രയത്നഫലമാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അതെനിക്ക് എന്റെ ഒരു മഹാകാര്യമായിട്ടല്ല. എന്നോട് ഒന്നിന്റെ പേര് ചോദിച്ചിട്ട് എങ്ങനെയാ സാറേ ഇങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കുന്നതെന്ന്. ഒരിക്കലും നല്ലൊരു വയലിൻ എന്നോട് പറയാം, ഒന്ന് പഠിപ്പിക്കാമോ, പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാമോ. എന്റെ ശിഷ്യന്മാരാരും നന്നാകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്കും അറിയില്ല. എന്നെ എന്റെ ഗുരു പഠിപ്പിച്ചു സംഗീതം, വയലിൽ വായിക്കാൻ പഠിപ്പിച്ചു. അത് ഞാൻ അതുപോലെ കളങ്കമില്ലാണ്ട്, കുറെ മടി കൂടാണ്ട്, എനിക്ക് ഒന്നിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, പഞ്ച്വാലിറ്റി. 10 മണിക്ക് വരാൻ പറഞ്ഞാൽ ശരിക്കും 10 മണിക്ക് വരാം. അത് തീർച്ചയായും അത് 11 മണിക്ക് കഴിയുമ്പോൾ ഞാൻ പഠിപ്പിക്കില്ല. അതെന്റെ ഒരു പോളിസിയാണ്. പഞ്ച്വാലിറ്റിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ കലാകാരന്മാർക്ക് നല്ല എല്ലാവർക്കും തന്നെയുണ്ട്. അത് പ്രത്യേകിച്ച് കലാകാരന്മാർ 10 മണിക്ക് എന്നോട് ചില കലാകാരന്മാർ പറഞ്ഞ എത്ര എനിക്കറിയാം. പണ്ടൊക്കെ ഒരു കലാകാരനോട് ഭാരവാഹി പറയുകയാണ്, സാർ നമുക്ക് 8 മണിക്ക് കച്ചേരി തുടങ്ങണം.
8 മണിക്ക് അവൻ അവിടെ ഇരുന്ന് പിന്നെ ചീട്ട് കളിക്കുകയോ കാപ്പ് കുടിക്കുകയോ ഒക്കെ ചെയ്യുക. അപ്പൊ ഒരിക്കൽ ഞാൻ പറയും, സാറേ 8 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ സാറേ നമ്മൾ എന്തെങ്കിലും തുടങ്ങുള്ളൂ, അവര് കാത്തിരുന്നോളൂ. അതൊരു മാന്യതയല്ല, അതൊരു കലാകാരന് പറ്റിയതുമല്ല. അപ്പൊ അങ്ങനെയല്ല നമ്മള് ഒരു കലയോട് ചെയ്യുന്നത്. അപ്പോ നമ്മള് ഇത് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതെല്ലാം എന്റെ ശിഷ്യന്മാരോട് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കല മാത്രമല്ല, ജീവിതം എങ്ങനെ നമ്മൾ നയിക്കണം, നമ്മൾ ഇതിനോട് എങ്ങനെ നീതി പുലർത്തണം എന്നുകൂടെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. അവരെന്റെ വിശ്വാസത്തിൽ അവരെല്ലാം നന്നായിട്ട് തന്നെ ചില കലാകാരന്മാരാണെങ്കിൽ ശിഷ്യന്മാരും ഗുരുക്കന്മാരും ബഹുമാനിക്കുന്നില്ല എന്നൊരു പരാതി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ വിശ്വാസത്തിൽ എനിക്ക് നൽകാൻ സാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് അവർക്ക് എന്നാൽ സാധിക്കുന്ന കലാപ്രകടനം അല്ലെങ്കിൽ എന്നിലുള്ള കല അവര് ഒരു മായവും കൂടാണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതുപടി അവർ പാലിക്കുന്നുണ്ട് എന്നുള്ള വേറെ ഒരു സന്തോഷവും കൂടെയുണ്ട്. എനിക്കിപ്പോ വയലിൻ മാത്രമല്ല എന്റെ ശിഷ്യരായിട്ട് പിന്നെ ഫ്ലൂട്ട് വായിക്കുന്നവരുണ്ട്, വീണ വായിക്കുന്നവരുണ്ടായിരുന്നു. അവരിപ്പോ ഇല്ല, കാരണം ഞാൻ വീണ നിർത്തി. കാരണം എന്റെ കൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കൈക്ക് പകരം വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിർത്തി. പിന്നെ ഫ്ലൂട്ടുണ്ട്, പിന്നെ മാൻഡലിൻ ഇപ്പൊ പഠിക്കും ഒരു പയ്യൻ വായിക്കുന്നുണ്ട്, നന്നായിട്ട് കച്ചേരിക്കൊക്കെ വായിക്കുന്നുണ്ട്. ഇങ്ങനെ പല കലകളും എന്നാൽ കഴിയുന്ന അത്ര രീതിയിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അത് എനിക്ക് കലയോട് ചെയ്യാനുള്ള വലിയൊരു സേവനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേ എനിക്ക് സാറേ, ഈ സംഗീതത്തില് ഭക്തിക്ക് സ്ഥാനമുണ്ടോ? നല്ല ചോദ്യമാണ്. കർണാടക സംഗീതത്തിന് ഭക്തിക്ക് സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നേ പറയുന്നു. ഈ കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കീർത്തനങ്ങളും എല്ലാം ഈ ഭക്തിക്ക് വേണ്ടി മാത്രം ഉണ്ടായിരുന്നു. ത്യാഗരാജസ്വാമികളും ദീക്ഷിതരും സ്വാതിയിരുന്നാളും എല്ലാവരും എന്തിനു വേണ്ടി എഴുതി സംഗീതം ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ, അവരെന്തിനു നിർമ്മിച്ചു പാട്ടെന്ന് ചോദിച്ചാൽ അതിനൊറ്റ വാക്കേ ഉള്ളൂ, ദൈവത്തിന് ഭംഗി. അത് മാത്രമേ ഇതിനുള്ളൂ. ഇത് കീർത്തനങ്ങളെല്ലാം ത്യാഗരാജസ്വാമികള് തെണ്ടി നടന്ന് പാടിക്കൊണ്ടിരുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സംഗീതത്തിന് വേണ്ടി ഏതെങ്കിലും അമ്പലത്തിൽ പോവുക, ആ അമ്പലത്തിനെ പറ്റി ഒരു പാട്ട് പാടുക, അല്ലെങ്കിൽ 1-2 പാട്ട് പാടുക, വീട്ടിൽ പിന്നെ യാത്രയ്ക്കിടയിൽ വീണ്ടും പാട്ട് പാടുക, ദൈവത്തിനെ പറ്റി. ഇവരെല്ലാ സംഗീതം എടുത്ത് നോക്കിയാൽ അറിയാം, ഒരെണ്ണം പോലും ഭക്തി ഇല്ലാത്ത ഒരെണ്ണവും കാണില്ല. അപ്പൊ ഭക്തിക്ക് വളരെയധികം പ്രാധാന്യം ഈ കർണാടക സംഗീതക്കാര് ചെയ്തത്. കീർത്തനങ്ങള് എഴുതിയവര് മഹാന്മാരായ ദൈവത്തിന്റെ അവതാരങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അവരെല്ലാ പേരും സംഗീതത്തിന് വേണ്ടിയാണ് ഇത് എഴുതിയത്. പക്ഷേ നമ്മള് കലാകാരന്മാര് അതിന് കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്നു. ത്യാഗരാജസ്വാമിയുടെ കീർത്തനം, സാർ ഇന്ന കീർത്തനം 2 ലക്ഷം അല്ലെങ്കിൽ 2000 രൂപ അല്ലെങ്കിൽ 4000 രൂപ കണ്ട ഞാനത് റെക്കോർഡിങ് തരാം. അപ്പോൾ നമ്മളത് ബിസിനസ് ആക്കി എന്നുള്ളത് സത്യമാണെങ്കിലും അതില്ലാണ്ട് നമുക്ക് ജീവിക്കാനെന്നുള്ള പരമാർത്ഥം നിലനിൽക്കുന്നു. ഞാനത് ഓർക്കാണ്ട് പറയുകയല്ല, പക്ഷെ സത്യം അതാണ്. നാം അതിനെ വില പറഞ്ഞ് നമ്മളെ കാശ് പിടിക്കുന്നു. എന്തിനെ? അവര് ഭക്തിക്ക് വേണ്ടി മാത്രം എഴുതിയ കൃതികളെ നമ്മൾ അത് റേറ്റ് പറഞ്ഞ് കാശ് മേടിക്കുന്നു. ഒരു ഭജന സമ്പ്രദായം ഇപ്പോൾ ഉണ്ട്. അത് കംപ്ലീറ്റും ഇത് തന്നെയാണ്. ഈ കീർത്തനങ്ങൾ ഭജനയ്ക്കും പാടും, ഭജന കീർത്തനം നമ്മൾ കച്ചേരിക്കും പാടും. അപ്പോൾ ഈ ഭജന പാർട്ടികൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ഭജനയ്ക്ക് വന്ന് വളരെ ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് ഇത്. പിന്നെ ഭാഗവത പാരായണത്തിനോട് കൂടി ചേർത്ത് തന്നെ ഒരുപാട് ഭക്തി മാർഗങ്ങളെ പറ്റി പറയാറുണ്ട്. ഈ ഭക്തി മാർഗങ്ങളോട് പറയുന്നവരോട് ഈ ഭാരവാഹികൾ ഈ തുക പറഞ്ഞിട്ടായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഒരു രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ അയ്യോ ഇല്ല കേട്ടോ, 100 രൂപ ഒന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അവർ ഈ ഭക്തി ഒക്കെ പറഞ്ഞു. അതാണ് സത്യം. അപ്പോ എങ്കിലും പരമാർത്ഥം ഇതാണ്. ഭക്തിക്ക് വേണ്ടി മാത്രമാണ് ഈ കീർത്തനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കീർത്തനം എന്ന് പറയുന്നത് തന്നെ ഭജന, ദൈവത്തിനെ ഭജിക്കുന്നതിനാണ് കീർത്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭജിക്കുക തന്നെയാണ്. അപ്പോൾ ഭക്തിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഗീത ഒരു വിഭാഗമാണ്, സംഗീതമാണ് ഈ കർണാടക സംഗീതം. അതിനോട് ചോദിച്ച ഭക്തിഗാനങ്ങൾ, ഭജന എന്നൊരു വിഭാഗം.
ഇത് ഒരുപാട് അമ്പലങ്ങളിലോ അല്ലെങ്കിൽ റേഡിയോ തുറന്ന രാവിലെ മറ്റു കാലങ്ങളിൽ കേൾക്കാം. ഇതെല്ലാം സംഗീതമാണ്, ഇതെല്ലാം ഭക്തിക്ക് വിളിക്കുന്നത്. അപ്പോൾ ഭക്തി ഇല്ലെങ്കിൽ സംഗീതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. സംഗീതം ഇന്ന് നിലനിൽക്കുന്നത് പോലും ഭക്തിക്ക് വേണ്ടി. അപ്പൊ സാറിന്റെ ഭാര്യ, മക്കൾ ഇവരെ കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞില്ല. എന്റെ കുടുംബത്തെ പറ്റി ഇത് എന്റെ പത്നിയാണ്, വിലാസിനി എന്നാണ് പേര്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 60 വർഷം, നീളുടെ 60 വർഷമായിരിക്കുകയാണ്. പിന്നെ അവരുടെ വീട് ഇവിടെ തന്നെ ചേർത്തല തന്നെയാണ്. ചേർത്തല തന്നെയാണ് ഞാനിപ്പോൾ സ്ഥിരം താമസിക്കുന്നത്. അവരുടെ വീട്ടിൽ തന്നെ അവരുടെ ഞങ്ങൾ വെച്ച വീട്ടിൽ ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. മൂത്ത മകൻ തിരുവനന്തപുരത്ത് സ്വന്തം കമ്പനി കെട്ടിട നടത്തുകയാണ്. അവന്റെ വൈഫും ഒരു അമേരിക്കൻ കമ്പനിയുടെ MD ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അവർക്ക് ഒരു മകൻ, അവൻ എഞ്ചിനീയറാണ്. അവന്റെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഭാര്യയും എഞ്ചിനീയർ തന്നെയാണ്. അവർ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുകയാണ്. രണ്ടാമത്തത് മകൻ സന്തോഷ് ബാബു. മൂത്ത മകന്റെ പേര് സതീഷ് ബാബു എന്നാണ്. രണ്ടാമത്തെ മകൻ സന്തോഷ് ബാബു ഒരു ഫാർമസിസ്റ്റാണ്. അവൻ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഭാര്യ ബ്യൂട്ടീഷ്യനാണ്. അവരിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊരു മകളേ ഉള്ളൂ. ആ മകള് MArch കഴിഞ്ഞു, ജോലി മദ്രാസിൽ ജോലിയായി. കല്യാണം കഴിക്കുകയും അദ്ദേഹം അവിടെ തന്നെയാണ് ജോലി. കോളേജിലെ HOD-യാണ്. മൂന്നാമത്തെ എന്റെ മകളാണ്. മകള് പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജില് പിന്നെ ഡോക്ടർ സിന്ധു എന്നാണ് പേര്. അവിടെ A-ഗ്രേഡ് വയലിനിസ്റ്റാണ്. ഓൾ ഇന്ത്യ റേഡിയോയിൽ നന്നായിട്ട് പാടുന്നുണ്ട്. അവിടുത്തെ HOD-യാണ് വോക്കലിന്റെ. ഹസ്ബൻഡ് പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി അസിസ്റ്റന്റ് രജിസ്ട്രാറായിട്ട് റിട്ടയർ ചെയ്തു. മകൻ ആദർശ് വയലിൻ വായിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. വയലിൻ നന്നായിട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് 3 മക്കള്, 3 മക്കൾക്ക് ഓരോ മക്കൾ. എല്ലാ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഞങ്ങളെ സഹോദരിമാരുടെ നന്നായിട്ട് പാടുന്നുണ്ട്. ഒരു സിസ്റ്ററിന് റേഡിയോയിൽ പാടുന്നുണ്ട്. നെടുമങ്ങാട് വിജയലക്ഷ്മി, രാജലക്ഷ്മി എന്ന് പറഞ്ഞ മൂത്ത സിസ്റ്ററും പാടുന്നുണ്ട് നന്നായിട്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കുടുംബം. ഈ പറഞ്ഞ പോലെയാ. ഞങ്ങള് അച്ഛനമ്മയ്ക്ക് 8 മക്കളാ. എല്ലാവരും സംഗീതം കൈകാര്യം ചെയ്യുന്നില്ല. എല്ലാവരും എന്ന് പറയുന്ന ആരും അനുഭവത്തിൽ ഞാൻ പറഞ്ഞില്ല. മൂത്ത ജ്യേഷ്ഠം വീണ വായിച്ചുകൊണ്ടിരുന്നു, അദ്ദേഹം പോയി. അതിന്റെ രണ്ടാമത്തെ ആള് നന്നായിട്ട് നൃത്തം ചെയ്യുമായിരുന്നു, അവരും മരിച്ചു. ഇപ്പം അടുത്ത ആള് ഞാനാണ്. എന്റെ ഇളയ സഹോദരന്മാർ 2 പേരും ഞങ്ങളെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതിന്റെ ഇളയാള് ഞങ്ങൾ നെടുമങ്ങാട് കുടുംബത്തില് പുള്ളി പിന്നെ ടെലിഫോൺസിലെ മാനേജറായിട്ട് റിട്ടയർ ചെയ്തിരിക്കുകയാണ്. അവിടെ തന്നെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കുടുംബ കാര്യം. സംഗീത വിദ്യാർത്ഥികളോടും ഒക്കെ സാറിന് പറയാനുള്ള ഒരു ഉപദേശം എന്താണ്? ഞാന് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴത്തെ പുതു തലമുറകൾക്ക് വേണ്ടുന്ന അഡ്വൈസ് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇതാണ്, ഈ കൃത്യസമയം പാലിക്കുക. ഗുരു പറയുന്നു, പഠിപ്പിക്കുന്നത് അതുപടി നമ്മൾ പാലിക്കുക. ഗുരുവിനെ ഗുരുവായിട്ട് തന്നെ കാണുക. വെറുതെ എന്തിനാ ഞാനിത് പൈസ കൊടുത്തിട്ടാ പഠിക്കുന്നത് എന്ന് ഒരു ചിന്ത ഒരിക്കലും ഒരു ശിഷ്യനും പാടില്ല, ഒരു വ്യക്തിക്കും പാടില്ല. അപ്പോൾ ഇത് വളർന്നു വരുന്നവർക്ക് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവരെപ്പോഴും അത് ചിന്തിക്കുക. പഠിക്കുന്നവര് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കാറില്ല. ഒരു കൃത്യസമയം വയ്ക്കുക. ഏത് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും വോക്കലാണെങ്കിലും എന്താണെങ്കിലും പഠിക്കാനായിട്ട് ഒരു പ്രത്യേക സമയം. ഇപ്പോ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളോട് രക്ഷകർത്താക്കൾ വയലെടുത്ത് വായിക്കണി അല്ലെങ്കിൽ വായിക്കട എന്ന് പറഞ്ഞാൽ
ഇപ്പൊ ഇത്ര നേരമല്ലേ ഉള്ളൂ, ഞാൻ രാത്രി വായിക്കാം എന്നും പറഞ്ഞ് കൈ കഴുകും. പക്ഷെ രാത്രി വായിക്കുമോ? അത് ശരിയല്ല. പഠിക്കുന്ന കുട്ടി ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ വയലിൻ വായിക്കും, അല്ലെങ്കിൽ വോക്കൽ പാടും, അല്ലെങ്കിൽ ഞാൻ മാൻഡലിൻ വായിക്കും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത്രയും വായിച്ചിരിക്കണം. എങ്കിലേ ആ കുട്ടികൾക്ക് കറക്റ്റായിട്ട് അവരുടെ അഭ്യസനം മുമ്പോട്ട് പോകുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വളർന്നു വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വയലിൻ വായിക്കുന്നവരാണെങ്കിൽ ഇന്നിപ്പോ കൂടുതൽ ഫ്യൂഷനിലേക്ക് പോകുന്നു. ഞാൻ പഴയ ഒരാളാണ്, അറിയാമല്ലോ. പക്ഷെ ഇന്ന് അധികം പേരും ഫ്യൂഷൻ വയലിൽ പോകുന്നുണ്ട്. എന്റെ അനുവാദത്തോട് തന്നെ എന്റെ ശിഷ്യയിൽ ട്യൂഷൻ വായിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് അവരോട് എനിക്ക് പരിഭവമില്ല. കാരണം അതും സംഗീതം തന്നെയാണ്. അവർ വായിക്കുന്ന ഓരോന്നും കർണാടക സംഗീതമല്ല എങ്കിൽ പോലും അതിൽ അധിഷ്ഠിതമായ ഒരു ഭാഗം, വേറൊരു വിഭാഗ സംഗീതം, അതിനോട് എനിക്ക് ഒട്ടും അതൃപ്തിയില്ല. ഞാൻ ധാരാളം ലൈഫ് മ്യൂസിക് കേൾക്കാറുണ്ട്, സിനിമ പാട്ട് കേൾക്കാറുണ്ട്. എനിക്ക് കേൾക്കാതെ ഒരു ദിവസവും ഞാൻ ഉറങ്ങാറുമില്ല. പക്ഷെ അത് നമ്മൾ കേൾക്കുക, അത് കൈകാര്യം ചെയ്യാമെങ്കിലും ക്ലാസിക്കൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അത് ഈ മറ്റേ ഫ്യൂഷന് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്ന് എന്റെ ശിക്ഷകൻ എന്നോട് പറയാറുണ്ട്. ഞാൻ വയലിൻ വായിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ആ ലൈറ്റ് മ്യൂസിക് വായിക്കാൻ സാധിക്കുന്നത് എന്ന് പറയാറുണ്ട്. അപ്പോൾ എപ്പോഴും കർണാടക സംഗീതം പഠിക്കുന്നവർ കർണാടക സംഗീതം ശുദ്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഗീതം നിങ്ങൾക്ക് വായിക്കും. അതിനും ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നല്ല ശുദ്ധമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുക. ഇന്ന് കൂടുതൽ പ്രാധാന്യമുണ്ട് കല്യാണങ്ങൾക്ക്, കല്യാണ നിശ്ചയങ്ങൾക്ക്, അങ്ങനെ പല 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 കാര്യങ്ങൾക്കും ഫ്യൂഷൻ ഉപകരിക്കുന്നുണ്ട്. അതിനോട് എനിക്ക് ഒരു അതൃപ്തിയുമില്ല. പക്ഷെ ഇതിനോട് ഈ കർണാടക സംഗീതത്തോട് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്യൂഷൻ നന്നായിട്ട് വായിക്കാൻ സാധിക്കും. അപ്പൊ എല്ലാം തന്നെയും പ്രാക്ടീസ്, അതിന്റെ അടിസ്ഥാനം പ്രാക്ടീസാണ്. ജ്ഞാനം ഒരു അംശം വരെ നിശ്ചയമായിട്ടും വേണം. എങ്കിൽ പോലും ഇപ്പോ വയലിൻ വായിക്കുന്ന ഒരാളിന് ജ്ഞാനമുണ്ട്, പക്ഷെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒരു അക്ഷരം വായിക്കാൻ ഒത്തില്ല. ജ്ഞാനം മനസ്സിലുണ്ട്, പാട്ട് കേട്ടാൽ നമ്മൾ കൊതി വരും. പക്ഷെ വായിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തേ പറ്റും. അതിൽ പ്രാക്ടീസ്, ഈ ജ്ഞാനമുള്ള ആളുകൾ പാടുന്നത് കേട്ടാൽ നമുക്കറിയാം, അത്ഭുതം തോന്നും പാട്ട്. പക്ഷെ 4 വരി സ്വരം പാടാൻ അവർക്ക് പറ്റില്ല, കാരണം അവർക്ക് അത് പ്രാക്ടീസ് ചെയ്തേ പറ്റില്ല. അപ്പോൾ സർവോപരി എന്തെല്ലാം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും പ്രാക്ടീസ് എന്നുള്ള ഒരു വിഭാഗം സമ്പൂർണമായിട്ട് നമ്മളത് കൈകാര്യം ചെയ്തിരിക്കുക. ഒരു ദിവസം പോലും മുടങ്ങാണ്ട് അത് കൈകാര്യം ചെയ്യുക. ഇതിന്റെ അഡ്വൈസ് ആയിട്ട് ഈ വളർന്നു വരുന്ന കലാകാരന്മാരും കൈകാര്യം ചെയ്ത് ഏറ്റെടുക്കണം എന്നൊരു ഉപദേശം കൂടി നൽകുന്നു. സാർ, അങ്ങയുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെലവഴിച്ചതിൽ വളരെ സന്തോഷം. അങ്ങയ്ക്കും കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഇനിയും ധാരാളം വേദികളിൽ അങ്ങ് ഇങ്ങനെ തിളങ്ങി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. അവസാനമായി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളിവിടെ ഈ ഒരു ഇന്റർവ്യൂ നടത്തിയതിന്, ഈ അഭിമുഖം നടത്തിയ സർഗ സാഗര എന്ന സംഘടനയ്ക്ക് ഞങ്ങളുടെ നന്ദി, ഞങ്ങളുടെ കുടുംബത്തിന് നന്ദി, ഞങ്ങളുടെ എല്ലാവരുടെയും, എന്റെ ശിഷ്യന്മാരെ എല്ലാവരും ഉൾപ്പെടെ എല്ലാവരുടെയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.